ഹലോ, 5 മിനിറ്റ് കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കി കാണിക്കാമെന്നും പറഞ്ഞ് ആരെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഉടനെ അടുക്കളയിലേക്ക് ഓടിപ്പോയേക്കരുത് കേട്ടോ. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് നല്ല മെനക്കേടുള്ള പണി തന്നെയാണ്. ആദ്യത്തെ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കൈകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും സാമഗ്രി കൊണ്ടോ ഇങ്ങനെ മർദ്ദിച്ച് കുഴച്ച് അതിനെ ഒരു പരുവത്തിലാക്കണം. ഇതേണ്ട ഇതുപോലെ ഇനി നമ്മുടെ പ്രോസസ്സ് ആരംഭിക്കുകയായി. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടെ ഒന്ന് വഴറ്റി വേവിച്ച് പൊടിച്ച ഇറച്ചിയും കൂടെ ചേർത്ത് ഒരൽപ്പം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി പിന്നീട് നമ്മുടെ കുഴച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് കുഴച്ച് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കുഴച്ച് നമ്മൾ ഒരു പരുവത്തിൽ എത്തിച്ചു. ഇനിയാണ് ഷേപ്പ് ചെയ്യൽ പ്രോഗ്രാം. കുഴച്ചുരുട്ടി ഒന്ന് പരത്തി മുട്ട അടിച്ചതിലും റൊട്ടിപ്പൊടിയിലും ഒക്കെ ഒന്ന് മുക്കി ഒരു വട്ടത്തിലെത്തിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഒരാളുടെ ചോദ്യം, കട്ട്ലറ്റ് നീണ്ടല്ലേ ഇരിക്കേണ്ടത്? ഉരുണ്ടായാലും നീണ്ടായാലും കട്ട്ലറ്റ് കടിച്ചല്ലേ തിന്നുന്നത് എന്നുള്ള ഉത്തരത്തെ കട്ട്ലറ്റ് കൂട്ടിൻ്റെ ഒരു ഉരുളയോടൊപ്പം വിഴുങ്ങി നമ്മൾ നമ്മുടെ പ്രോസസ്സ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോട്ടോ പിടുത്തത്തിന് മികവുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ ക്യാമറയിൽ എത്തിയിട്ടുള്ളൂ. അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മുടെ കൊച്ചു പറഞ്ഞ പോലെ ചിലവുടേത് ശരിയാവും, ചിലവുടേത് ശരിയാവില്ല. എന്നാലും നമുക്കൊരു കുഴപ്പമില്ല, കട്ട്ലറ്റ് തിന്നാമല്ലോ. എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചിട്ടുണ്ട്. ഉരുണ്ടതും നീണ്ടതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് സൗന്ദര്യവൽക്കരണം. ഇനി അടുത്തത് സ്റ്റോറേജ്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് വറുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലേ?